ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له وصلى بخير كتاب أنزل فأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم منهاج شرع منهاج الإسلام وأشهد أن سيدنا وحبيبنا وإمامنا وقدوتنا محمدا عبده ورسوله وصفيه من خلقه وخليله أدى الأمانة وبلغ الرسالة وجاهد في سبيل الله حق جهاده حتى أتاه اليقين تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك وصلوات ربي وسلامه على هذا النبي الكريم وعلى آله وصحابته أجمعين والتابعين لهم بإحسان إلى يوم الدين اللهم أحينا على ملته وأمتنا على سنته واحشرنا في زمرته أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കാനും അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഈ ലോകം വിട്ടുപിരിയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ പത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടായി. ഒരു ഇസ്ലാമിക പണ്ഡിതന് ഇന്നലെ രാത്രി 10:01 തൂക്കിക്കൊന്ന വിവരമാണ്. ലോക വാർത്താ മാധ്യമങ്ങൾ ആ വാർത്ത പ്രാധാന്യപൂർവ്വം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലരുത് എന്ന് ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലണമെന്നായിരുന്നോ എന്നാണ് ഇന്നത്തെ വാർത്തകൾ വായിച്ചപ്പോൾ
നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, സംശയിക്കാൻ തോന്നുന്നു. അദ്ദേഹം എന്തിന്റെ പേരിലാണ് തൂക്കിക്കൊല്ലപ്പെട്ടത്? ആ വാർത്ത വായിച്ചു നോക്കിയാൽ അറിയാം. എന്തെങ്കിലും ഒരു അഴിമതി, ഏതെങ്കിലും ഒരു കൊലക്കുറ്റത്തിൽ, ഏതെങ്കിലും ഒരു അവിഹിത വീഴ്ചയിൽ, അങ്ങനെയുള്ള എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പെട്ടു എന്ന് ആ വാർത്തയിൽ ഒരു പത്രത്തിൽ കാണുന്നില്ല. അദ്ദേഹം ആകെ ചെയ്ത കുറ്റം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്നാൽ നമ്മുടെ അയൽരാജ്യമാണ് ബംഗ്ലാദേശ്. സൗദി അറേബ്യയിലും ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലും എന്ന് തുടങ്ങിയ UAE-യിലും ഒക്കെ ചെന്നു നോക്കിയാൽ ഒരുപാട് പള്ളികളിൽ ഇമാമായി ജോലി ചെയ്യുന്നവർ, മുഅദ്ദിനായി ജോലി ചെയ്യുന്നവർ, ഖുർആൻ കാണാതെ പഠിച്ച ഹാഫിളുകളായ, അറബികളെ വെല്ലുന്ന സ്വരത്തിലും ശൈലിയിലും ഈണത്തിലും പരിശുദ്ധ ഖുർആൻ പഠിച്ച ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളാണ്. വളരെ ദരിദ്ര രാജ്യമാണെങ്കിലും ഒരു ദീനീ സ്നേഹം എന്നത് ബംഗാളികളുടെ ഒരു പ്രത്യേകതയാണ്. വളരെ താഴ്ന്ന ജീവിത നിലവാരമുള്ള എന്നാൽ കഠിനാധ്വാനികളായ, ദീനീ സ്നേഹികളായ, നല്ല ദീനീ സ്പിരിറ്റുള്ള ഒരു വലിയ ജനവിഭാഗം താമസിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ആ നാട്ടിൽ ഇസ്ലാമിക മദ്രസകൾ മാത്രമല്ല, കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. നല്ല ദീനീബോധമുള്ള ആളുകൾ നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജുകളും ഒക്കെ അവിടെ ഉണ്ട്. കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ബിസിനസ് രംഗത്തും എന്ന് തുടങ്ങി എല്ലാ മേഖലകളിലും നല്ല കഴിവുള്ള എന്നാൽ ദീനീബോധമുള്ള ഒരു വിഭാഗം താമസിക്കുന്ന നാടാണ്. മാത്രമല്ല, ലോകത്ത് വളരെ വിജയകരമായി പാവങ്ങളെ സഹായിക്കുന്ന പലിശരഹിത സേവന സംഘം, പലിശാധിഷ്ഠിതമല്ലാത്ത ഇസ്ലാമിക ശരീരത്തിൽ ഊന്നിയ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുകയും ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഹലാലായ മാർഗേണ തങ്ങളുടെ ഉപജീവനം നേടുവാൻ മാർഗം ഒരുക്കുകയും വഴിതെളിക്കുകയും ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ നല്ല ഇസ്ലാമിസ്റ്റുകൾ വസിക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഈ നാട് പാകിസ്ഥാനിന്റെ ഭാഗമായിരുന്നു. പൂർവ്വ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും പശ്ചിമ പാകിസ്ഥാനും. അപ്പൊ കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. സ്വാഭാവികമായും വലിയ കിലോമീറ്ററുകൾ അന്തരമുള്ള രണ്ട് ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നത് പ്രായോഗികമായി ഒരു തടസ്സമുണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് ഭദ്രമായ ഒരു ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത്. ഫിറോനെ പറ്റി അല്ലാഹു പറഞ്ഞല്ലോ, സാമ്രാജ്യത്വ ശക്തികൾ മുസ്ലിം നാടുകളിൽ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവർ പോകുമ്പോൾ ഇവർ പരസ്പരം തല്ലാനുള്ള എന്തെങ്കിലും ഒന്ന് അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ ബംഗ്ലാദേശിൽ പാകിസ്ഥാനെതിരായി സ്വാതന്ത്ര്യവാദം
പറഞ്ഞപ്പോൾ അവിടെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ ഒന്നടങ്കം അത് രാജ്യത്തെ വെട്ടിമുറിക്കലാണ്, നമുക്ക് ഈ രാജ്യത്തിന്റെ ഐക്യവും ഭദ്രതയും കാത്തു സൂക്ഷിച്ച് ഒരൊറ്റ ശാക്തിക രാഷ്ട്രമായി നിലകൊള്ളുകയാണ് വേണ്ടത് എന്ന് വാദിച്ചു. അതിൽ മുമ്പിൽ നിന്ന വ്യക്തിയാണ് ഇന്നലെ തൂക്കിക്കൊല്ലപ്പെട്ട അബ്ദുൽ ഖാദർ മുല്ല എന്ന് പറഞ്ഞ ആ മഹാൻ. അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ വെട്ടിമുറിക്കരുത്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും കൂടി കേരളം ഒരു സ്വന്തമായ ഒരു രാജ്യമാകണം, ഇന്ത്യയുമായി ബന്ധം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ നിങ്ങളോടൊരു പൊതുവ പറഞ്ഞു വിചാരിക്കാം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കൊക്കെ അതുകൊണ്ട് ദോഷമാണ്. ഇന്ത്യയുടെ ഭദ്രതയും പരമാധികാരവും കാത്തു സൂക്ഷിക്കാൻ ഇന്ന് നമ്മൾ ഈ വിഭജനത്തെ അംഗീകരിക്കാൻ പാടില്ല, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ഞാൻ പൊതുവ പറഞ്ഞാൽ അത് എന്റെ ദീനീ ബാധ്യതയാണ്. അങ്ങനെയായിരുന്നു ഇന്ത്യ വിഭജന കാലത്തും മഹാന്മാരായ മൗലാന അബുൽ കലാം ആസാദിനെ പോലെയും മൗലാന മൗദൂദി റഹ്മഹുള്ളയെ പോലെയും ഒക്കെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ഉപദേശിച്ചത്. നിങ്ങൾ ഈ വിഭജനത്തിന് വേണ്ടി വാദിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. വാദിച്ചാൽ അതിന്റെ ദുരന്തം ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വരിക മുസ്ലിങ്ങളായിരിക്കും എന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അക്ഷരം പ്രതി അത് സംഭവിച്ചു. ഇന്ത്യ മഹാരാജ്യത്ത് ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളെ വെട്ടി കൊലപ്പെടുത്തിയിട്ട് അവരുടെ തലയോട്ടി ട്രെയിനിൽ നിറച്ച് പാകിസ്ഥാനിലേക്ക് കയറ്റി അയച്ചു. പാകിസ്ഥാനിലുള്ള ഇസ്ലാമിക ബോധം തൊട്ടുവീണ്ടിയിട്ടില്ലാത്ത മറുവിഭാഗം അവിടെയുള്ള ഹിന്ദുക്കളെ വെട്ടി കൊലപ്പെടുത്തി ആ തലയോട്ടികൾ തിരിച്ചു വരുന്ന മുസ്ലിം പോക്കറ്റുകളിൽ കാണുക സാധ്യമല്ല. അവർക്കത് ചിന്തിക്കാൻ പോലും വയ്യ. അത്രയും അകൽച്ചയും ധ്രുവീകരണവും അവിടെ സംഭവിച്ചിരിക്കുന്നു. ഭീതിയോടുകൂടി നോക്കുന്ന, ഭീതിയോടുകൂടി കേൾക്കുന്ന ഒരു സംഭവമായി മാറിയിരുന്നു. കൂട്ടക്കണക്കിന് ലക്ഷക്കണക്കിന് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമാണെന്ന് പറയാൻ പേടിച്ചു. 1948, 50 കാലഘട്ടങ്ങളിൽ കൂട്ടത്തോടെ മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. മഹാനായ പണ്ഡിതൻ മൗലാന അബുൽ ഹസൻ അലി നദ്വി അതിനെ സംബന്ധിച്ചൊരു പുസ്തകം എഴുതി. റിദ്ദത്തുൻ വലാ അബാ ബക്രിൻ ലഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഇസ്ലാമിലേക്ക് പുതുതായി വന്ന മുസ്ലിങ്ങൾ നല്ല വിഭാഗം മുർത്തദ്ദായി. ആ സന്ദർഭത്തിൽ മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ആ മുർത്തദ്ദുകൾക്കെതിരെ അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. ഇവിടെ നാഥനില്ലാതെ ഇടയനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ ആയിത്തീർന്ന ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്ക് അന്നൊരു അബൂബക്കർ ഉണ്ടായിരുന്നില്ല. അതിൽ വേദനാജനകമായ മനസ്സുമായി നീറുന്ന മനസ്സിന്റെ തേങ്ങലുകളാണ് എന്ന മൗലാന അബുൽ ഹസൻ അലി നദിയുടെ ആ പുസ്തകം. ഇത് ആവർത്തിക്കരുതെന്ന് വിചാരിച്ച് ബംഗ്ലാദേശിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ, അത്യാവശ്യം ദീനീ ബോധമുള്ള അഭ്യസ്തവിദ്യരായ ആളുകൾ ഈ രാജ്യം വെട്ടിമുറിക്കുന്നതിനെതിരെ നിലകൊണ്ടു. അള്ളാഹുവിന്റെ വിധി മറ്റൊന്നായിരുന്നു. പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു, ബംഗ്ലാദേശും പാകിസ്ഥാനുമായി മാറി. അപ്പോൾ പിന്നെ ബംഗ്ലാദേശിൽ അവശേഷിച്ച നേരത്തെ രാജ്യത്തിന്റെ ഭക്ഷ്യത്തിന് വേണ്ടി, ഭദ്രതയ്ക്ക് വേണ്ടി വാദിച്ചവർ ബംഗ്ലാദേശിലെ രാജ്യദ്രോഹികളായി കുറ്റപ്പെട്ടു. ആ കാലത്തും പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകളായ, ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളായ നല്ല കുറെ മുസ്ലിങ്ങൾ ചെറുപ്പക്കാർ ആ ബംഗാളി ജനതയ്ക്ക് ഒരുപാട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ബംഗാളി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി, പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ ബംഗാളി ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി, ബംഗ്ലാദേശിലെ പള്ളികളിൽ മുഴുവനും ലൈബ്രറികൾ സ്ഥാപിച്ചു. ആ ജനതയെ
ചെയ്യപ്പെട്ട രക്തസാക്ഷിയായ ഷഹീദ് അബ്ദുൽ ഖാദിർ മുല്ല എന്ന് പറഞ്ഞ ആ മഹാൻ. ഈ ഇപ്പോഴുള്ള അവിടെയുള്ള ഗവൺമെന്റ് ആദ്യം ചെയ്തത് അവിടെയുള്ള മുസ്ലിങ്ങളിലുള്ള ഒരു ഇസ്ലാമിക ബോധം നവജാഗരണം ഇല്ലായ്മ ചെയ്യാൻ, അള്ളാഹു എന്നോ ഇസ്ലാം എന്നോ അള്ളാഹു അക്ബർ എന്നോ ഉള്ള ബോധം അവരുടെ മനസ്സിൽ നിന്ന് കെടുത്തിക്കളയാൻ, അങ്ങനെയുള്ള ഒരു വികാരം അവരുടെ ചിന്തയിൽ മനോമുഖരങ്ങളിൽ ഉരുവം കൊള്ളാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവരാലോചിച്ചു. അങ്ങനെ എല്ലാ പള്ളികളിൽ നിന്നും പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ ബംഗാളി ഭാഷയിലുള്ളത് എടുത്തു മാറ്റപ്പെട്ടു. ഇതെടുത്തു മാറ്റപ്പെട്ടു എന്നത് ഗ്രന്ഥങ്ങൾ എടുത്തു മാറ്റിയത് കൊണ്ട് ഇസ്ലാമില്ലാതാവുകയില്ല. ജനങ്ങളെ ബോധവൽക്കരിച്ച് അവർക്ക് പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്ത ഒരു വിഭാഗം പണ്ഡിതന്മാരും ഒരു വിഭാഗം ഇസ്ലാമിസ്റ്റുകളും ശക്തമായി നിലയുറപ്പിച്ചപ്പോൾ അവരെ എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ടു. ജയിലിലിട്ട് മാന്യമായ കോടതിയിൽ വെച്ച് വിചാരണ ചെയ്താൽ അവർ നിരപരാധികളായി പുറത്തു വരും. അങ്ങനെ പുറത്തു വന്നാൽ പിന്നെ അവരെ ജയിലിൽ അടക്കാനോ അവരുടെ പ്രവർത്തനത്തെ നിലക്ക് നിർത്താനോ സാധിക്കുകയില്ല എന്ന് കണ്ട് പ്രത്യേകമായി സാമ്രാജ്യത്വ ശക്തികളുടെ കുഴകൂത്തുകാരായ ഏതാനും ബാരിസ്റ്റർമാരായ ആളുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രിബ്യൂണൽ രൂപം നൽകി. അന്താരാഷ്ട്ര കോടതികളോ ലോക നിയമങ്ങളോ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമോ ഇല്ലാത്ത ആ ട്രിബ്യൂണൽ ഇത്തരം ആളുകളെ പണ്ടേ തൂക്കിക്കൊല്ലണമെന്ന മുൻധാരണയുമായി. അവരുടെ ഉദ്ദേശം അബ്ദുൽ ഖാദർ മുല്ലയല്ല, അവരുടെ ഉദ്ദേശം ബംഗ്ലാദേശിലെ ഇസ്ലാമാണ്. ബംഗ്ലാദേശിലെ മനുഷ്യ മനസ്സുകളിൽ അടിയുറച്ചുപോയ ആ ഇസ്ലാമിനോടുള്ള സ്നേഹമാണ് ഏത് സാമ്രാജ്യത്വത്തിന്റെ ആയുധങ്ങളെയും ചെറുക്കുവാൻ പാകത്തിൽ ശക്തമായി അവരിൽ ഉണർന്നു വരുന്ന ഒരു ഇസ്ലാമിക സ്പിരിറ്റ് അതില്ലാതാക്കലാണ് അവരുടെ ഉദ്ദേശം. അദ്ദേഹത്തിനെതിരെ വധശിക്ഷ വിധിച്ചു. ട്രിബ്യൂണൽ കോടതി വധശിക്ഷ വിധിച്ചു. വധശിക്ഷ വിധിച്ചത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് ചെറിയ ചില ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റേ റദ്ദ് ചെയ്യിപ്പിക്കുവാൻ ഇവർക്ക് സാധിച്ചു. സ്റ്റേ ചെയ്തത് ഇന്നലെ രാവിലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന്. അത് പിൻവലിപ്പിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചത് ഇന്നലെ വൈകുന്നേരം അതവർക്ക് സാധിച്ചു. രാത്രി മണിക്കൂറുകൾ കൊണ്ട് 10:01 ആ മനുഷ്യനെ തൂക്കിക്കൊന്നു. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് വധശിക്ഷ വിധി വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കാണാൻ ചെന്നു. അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ കാണാൻ ചെന്നു. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു അവസരമുണ്ടായിരുന്നു. രാജ്യത്തിന്റെ പ്രസിഡന്റിന് ദയാഹർജി എഴുതി കൊടുത്താൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. മഹാനായ സയ്യിദ് ഖുത്ബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഇതേ ആവശ്യം അന്നത്തെ ഭരണാധികാരി അവരുടെ മുമ്പിൽ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിരുന്നു. സ്വന്തം പങ്ങൾ ചെന്നിട്ട് സയ്യിദ് ഖുത്ബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, ഇക്കാക്ക, നിങ്ങളൊരു മാപ്പ് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഈ മരണത്തിൽ നിന്ന് ഒഴിവാകാം. നിങ്ങൾക്കത് ചെയ്യാമോ? അദ്ദേഹം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഉയർത്തുന്ന വിരലുണ്ടല്ലോ, ആ വിരല് അതുകൊണ്ട് ഞാൻ ഈ അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ യാചിക്കുവാൻ ഒരു സെന്റൻസ്, ഒരു വാക്യം എഴുതിയിട്ട് അതിന്റെ ചുവട്ടിൽ ഒപ്പുവെക്കാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ഉയർത്തുന്ന എന്റെ വിരല് കൊണ്ട് സാധിക്കുകയില്ല. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാമിന് വേണ്ടിയുള്ള
ശരീരം എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളെ സംബന്ധിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സയ്യിദുൽ ശുഹദാഇ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്, ശുഹദാക്കളിൽ അവരുടെ നേതാവ് ഹംസ റളിയല്ലാഹു അൻഹു. പിന്നെ ആരാണ് ثم كلمة حق عند سلطان جائر قام إلى سلطان فمنعه أمره ونهاه فقتله. ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ ചെയ്യുന്ന അനീതികൾക്കെതിരെ, ആ ദുൽമിനെതിരെ സംസാരിച്ചു. സത്യമുച്ചരിച്ചു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആ ചക്രവർത്തി, രാജാവ്, ഭരണാധികാരി കൊന്നു. നാളെ പരലോകത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരുവശത്തുമായി കുറെ ആളുകളെ, ലോക ജനത, ഇതുവരെ മരിച്ചു പോയവരും ഇനി ജനിക്കാനിരിക്കുന്നവരും എല്ലാ ജനങ്ങളും നാളെ മഹ്ശറ മൈതാനിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം അല്ലാഹുവിന്റെ പ്രത്യേകമായ പരിഗണന ലഭിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ വരും. അവരുടെ കൊടിവാഹകനായ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. അതുപോലെ തന്നെ ഇതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇമാം ഹസനുൽ ബസരിയെ പോലെ, സഈദ് ഇബ്നുൽ മുസയ്യിബിനെ പോലെ, ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പോലെ, ഇമാം അബൂ ഹനീഫയെ പോലെ, അങ്ങനെ ആ ചങ്ങല ആധുനിക ലോകത്തും അവശേഷിക്കുന്നു. അതിൽ ഒരു കണ്ണിയായിരിക്കും അദ്ദേഹം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഗൈബ് അല്ലാഹുവിനെ അറിയൂ. അല്ലാഹു അദ്ദേഹത്തെ ഷഹീദായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തന്നെ കാണാൻ വന്ന ബന്ധുക്കളോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല, അതുകൊണ്ട് ഞാൻ ഷഹീദാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നും ആ വിഷയത്തിൽ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ ആശ്വസിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ അദ്ദേഹം സുസ്മേര വദനനായി തൂക്കുമരത്തിലേക്ക് കയറി. അങ്ങനെ നട്ടപ്പാകേക്ക് ഒരാൾക്കും മടപെടാനോ ശുപാർശ ചെയ്യാനോ ഒന്നും സമയം കൊടുക്കാതെ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. എന്തിനു വേണ്ടി കൊന്നു? അതിനു വേണ്ടിയാണ് ഞാൻ ആ ചരിത്രം പറഞ്ഞത്. അദ്ദേഹം ആരെങ്കിലും കൊന്നോ? ആരുടെയെങ്കിലും ധനം അപഹരിച്ചോ? ഏതെങ്കിലും ഒരു മനുഷ്യരെ വാക്കുകൊണ്ടെങ്കിലും നോവിച്ചോ? ഫിറൗനിനോട് ആ ഫിറൗനിന്റെ പ്രജകളിലൊരാൾ ചോദിച്ചതുപോലെ ഈ ഭരണാധികാരികളോട് നമുക്ക് ചോദിക്കുവാനുള്ള ചോദ്യമാണിത്. സഹോദരന്മാരെ, ഒരാൾക്കൊരു തട്ടുകട തുടങ്ങണമെങ്കിൽ അയാൾക്ക് അയാളുടെ പാവപ്പെട്ടവരാണെങ്കിൽ പണയം വെക്കേണ്ടി വരും. ഒരു ഉയർന്ന വിദ്യാഭ്യാസം നേടണമെങ്കിൽ അയാൾക്ക് ബാങ്കിൽ പോയി ലോൺ എടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പാവപ്പെട്ട ജനവിഭാഗത്തിന് അത്തരം ആളുകൾക്ക് ഹറാമായ മാർഗമല്ല, ഹലാലായ മാർഗത്തിലൂടെ സഹായങ്ങൾ ഈ നരകയാതന അനുഭവിക്കുന്നതിനിടയിലും ചില്ലിക്കാശുകൾ പിരിച്ചുണ്ടാക്കി പലിശരഹിത ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ നാമ്പുകൾ നാട്ടിയ ഇത്തരം ഇസ്ലാമിസ്റ്റുകൾ ഓരോരുത്തരെയായി പിടിച്ചുകൊണ്ട് കൊന്നുകളയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ കേവലം ഒരു ന്യൂസ് വായിച്ചിട്ട് തള്ളിക്കളയേണ്ട വിഷയമല്ല സഹോദരന്മാരെ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് പ്രത്യേകം എടുത്തു പറയുവാൻ കാരണം. പക്ഷേ അതുകൊണ്ടൊന്നും ഇസ്ലാമിനൊന്നും സംഭവിക്കുകയില്ല. അങ്ങനെ സംഭവിക്കുമായിരുന്നുവെങ്കിൽ ഇമാം ഇബ്നു തൈമിയ്യ കൊന്നപ്പോൾ ഉണ്ടാകേണ്ടിയിരുന്നു, മരിച്ചപ്പോൾ ഉണ്ടാകേണ്ടിയിരുന്നു. ഇമാം ഹസനുൽ ബസരി മരിച്ചപ്പോൾ ഉണ്ടാകേണ്ടിയിരുന്നു. ഇമാം ഹസനുൽ ബന്ന ഷഹീദായപ്പോൾ ഉണ്ടാകേണ്ടിയിരുന്നു.
അള്ളാഹുവിന്റെ ദീൻ അവശേഷിക്കും. വല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി ഫലൻ യുദില്ല അഅമാലഹും. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ, വല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി ഫലൻ യുദില്ല അഅമാലഹും. അള്ളാഹു അവരുടെ കർമ്മങ്ങളൊന്നും തന്നെ വൃഥാവിലാക്കുകയില്ല. സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും. സയഹ്ദീഹിം, അള്ളാഹു അവരെ നേർവഴിക്ക് നടത്തുന്നതാണ്. വയുസ്ലിഹു ബാലഹും, അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ എല്ലാ ആവശ്യങ്ങളും, അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നേരാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. ആ സ്വർഗത്തെ അള്ളാഹു അവർക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നു. ഇമാം ഇബ്നു കസീർ പറയില്ല, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ അവർ നാളെ പരലോകത്തിൽ ചെന്ന് അവരുടെ സ്വന്തം നാട്ടിൽ വേറെ ദൂരെ പോയി വന്നിട്ട് ഏത് കൂടിയിട്ടെത്തും ഒരു ഒളിച്ചമില്ലാതെ സ്വന്തം വീട്ടിലേക്ക് ഞാനും നമ്മൾ നടന്നു പോകും. നട്ടപ്പാതിരക്കാണ് നമ്മളെ ഈ ഓമശ്ശേരിക്കാരൻ ഒരാൾ നട്ടപ്പാതിരക്കാണ് ഇവിടെ വന്നിറങ്ങുന്നെന്ന് വിചാരിക്കുക. ഒരു വെളിച്ചമില്ല, ഒരു കരണ്ടില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിലും അയാളുടെ വീട്ടിലേക്ക് ഒരു വഴികാട്ടിയില്ലാതെ നടന്നു പോകും. വീട് ഏതാണെന്ന് ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വാതിലിന് മുട്ടും. ചില ഹദീസുകളും ധരിച്ചുകൊണ്ട് തന്നെ തഫ്സീർ രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായ കൊല്ലപ്പെട്ട ആളുകൾ നാളെ പരലോകത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ ചെന്ന് നിന്നുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് നേരെ ചെല്ലും. ഒരു മരക്ക് പറഞ്ഞു കൊടുക്കണ്ട, അവർക്ക് വേണ്ടി അവർ ദുനിയാവിൽ കണ്ടുവച്ചതുപോലെ സ്വന്തം വീട്ടിലേക്ക് എന്ന പോലെ അതിനേക്കാൾ എളുപ്പത്തിൽ അവർക്ക് താമസിക്കുവാനുള്ള വീട് കാണാൻ സാധിക്കും. അവിടേക്ക് അവർ പോകും. വയുദ്ഖിലുഹുമുൽ ജന്നത അർഫഹാ ലഹും. യാ അയ്യുഹല്ലദീന ആമനൂ, അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹു നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. വല്ലദീന കഫറൂ ഫതഅസൽ ലഹും വഅദല്ല അഅമാലഹും. എന്നാൽ നിഷേധികളും ധിക്കാരികളുമായ ആളുകളുണ്ടല്ലോ, സജ്ജനിഷേധികളും അവിശ്വാസികളുമായ ആളുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദീനിനെ കളവാക്കുന്നവർ, അള്ളാഹുവിന്റെ ദീനിനോട് യുദ്ധം പ്രഖ്യാപിച്ചവർ, അള്ളാഹുവിന്റെ ദീനെ നിശ്ചയിച്ച് ജീവിക്കുന്ന ആളുകൾക്കെതിരെ ക്രൂരമായ മർദ്ദനമുറകൾ നടത്തുന്ന കാഫിറുകളായ നിഷേധികളായ നന്ദി കെട്ടവരായ ഈ വിഭാഗങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു പാഴാക്കി കളയുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുക്കുന്നു. അതാണ് പ്രശ്നം. അള്ളാഹു അവതരിപ്പിച്ച ഈ ശരീഅത്ത് ആർക്കും വേണ്ട. അള്ളാഹു അവതരിപ്പിച്ച ഈ ഇസ്ലാം അത് മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, അത് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന, അവരുടെ സാമ്പത്തികവും സാമൂഹികവും ആത്മീയവും ആരാധനാപരവും കുടുംബപരവുമായ എല്ലാ സംഗതികളിലും പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നതിന് അവർക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളടക്കം പള്ളികളിൽ നിന്ന് മാറ്റണം എന്ന് ബംഗ്ലാദേശ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. അത് എങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ ശ്രമങ്ങളെ അള്ളാഹു
വൃഥാവിലാക്കുന്നതാണ്, പരാജയപ്പെടുത്തുന്നതാണ്. അഫലം യസീറൂ ഫിൽ അർളി ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. എത്ര ചരിത്രം പരിശോധിച്ചു നോക്കട്ടെ. ചരിത്രത്തിന്റെ ഓരോ ദശാസന്ധികളിൽ ഇത്തരം സ്വേച്ഛാധിപതികളും ഇസ്ലാമിന്റെ ശത്രുക്കളും ഇങ്ങനെയുള്ള ആളുകളും ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അവർ നോക്കട്ടെ, കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം ദമ്മറല്ലാഹു അലൈഹിം വലിൽ കാഫിരീന അംസാലുഹാ. എല്ലാം അല്ലാഹു നശിപ്പിച്ചു, അവരുടെ തകിടം മറിച്ചു. വലിൽ കാഫിരീന, പടച്ച തമ്പുരാനെ വെല്ലുവിളിക്കുന്ന ആളുകൾ, അത്തരം നിഷേധികൾ, അത്തരം ധിക്കാരികൾ, അത്തരം നന്ദി കെട്ട ആളുകൾക്ക് ഉണ്ട് അംസാലുഹാ, അതുപോലുള്ള ഉദാഹരണങ്ങൾ. അവർ വിചാരിക്കണ്ട ഇതൊന്നും നമ്മൾ അവസാനിക്കുമെന്ന്. എന്തുകൊണ്ട്? കാരണം എന്തുകൊണ്ടാണ് സത്യവിശ്വാസികളുടെ മൗല, രക്ഷാധികാരി, രക്ഷകൻ അല്ലാഹുവാണ്. ലോകം മുഴുവൻ ഒരുമിച്ചാലും, ലോകത്തെ എല്ലാ ആയുധങ്ങളും അവർ സംഭരിച്ചാലും, എല്ലാ സാമ്രാജ്യത്വ ശക്തികളും അവരെ സഹായിച്ചാലും, ലാ മൗലാ ലഹും, അതൊന്നും അവർക്ക് രക്ഷകനാവുകയില്ല. അതൊന്നും തന്നെ അവരെ രക്ഷിക്കുമെന്ന് അവർ വിചാരിക്കേണ്ടതില്ല. ലാ മൗലാ ലഹും, അവർക്കൊരു രക്ഷയും രക്ഷകനുമില്ല. നിങ്ങൾ നോക്കൂ, ഈ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഈ മനുഷ്യൻ ജയിലിൽ, ജനങ്ങളെ പിഴിഞ്ഞ്, ജനങ്ങളെ സമ്പത്ത് കൊള്ളയടിച്ച് ജീവിക്കുന്നവർ കൊട്ടാരത്തിൽ വരച്ച. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞില്ലേ, ലാ തർസഫന്ന അലാ ഗദരി സമാനി ഫലതലമ റഖസത് അലാ ജുസഫിൽ കിബ്സൂരി കിലാബു. നിങ്ങളാരും ഖേദം പ്രകടിപ്പിക്കേണ്ടതില്ല. കാലത്തിന്റെ ഗതിവിഗതികളെ, അതിൽ വരുന്ന സംഭവ വികാസങ്ങളെ കണ്ടിട്ട് നിങ്ങളാരും വഞ്ചനയിൽ അകപ്പെടേണ്ടതില്ല. കാരണം എന്താ? എത്ര കണ്ടതാണ് ചരിത്രത്തിൽ. സിംഹങ്ങളുടെ ശവത്തിന്റെ മുകളിൽ നായകൾ നൃത്തം ചവിട്ടുന്നത് നമ്മൾ അത്ര കണ്ടതാണ്. എന്നോട് പറയുന്ന കവി, ഈ മഹാനായ മനുഷ്യനെ തൂക്കിക്കൊന്നിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ മുകളിൽ നൃത്തം ചവിട്ടുന്ന അത്തരം ആളുകളെ നിങ്ങൾ വിചാരിക്കേണ്ട. അവർ ഉന്നതിയിലെത്തിപ്പോയി, അവരുടെ അനണ്ടകൾ വിജയിച്ചു പോയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സിംഹം സിംഹമായി അവശേഷിക്കും, പട്ടികൾ പട്ടികളായിരുന്നു. ബംഗ്ലാദേശികളെ പറ്റി പറയുമ്പോൾ കുറെ പറയാനുണ്ട്. കുറെ കാലം ഖത്തറിൽ ജീവിച്ചപ്പോൾ എല്ലാ റമദാൻ മാസത്തിലും ഇവരുടെ ഒരു നോമ്പ് തുറണ്ട്. ആ നോമ്പ് തുറക്ക് ഖത്തറിന്റെ എല്ലാ മൂലകളിലുമുള്ള ബംഗാളികൾ എത്ര കഷ്ടപ്പെട്ടാലും അവരവിടെ എത്തും. മലയാളികൾ ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനയുടെ ആളുകളൊക്കെ അവർ വിളിക്കും. നമ്മുടെയൊക്കെ ഒരു നോമ്പ് തുറന്നൊരു ഖുശ്വാണ്. അതിൽ വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്ക് മതിയാവില്ല. അതിലെ വിഭവങ്ങൾ തിന്നാൽ നമുക്ക് മതി വരാനില്ല. അതിൽ നമ്മൾ ചെലവാക്കുന്ന കാശിന് കയ്യും കണക്കുണ്ടാവില്ല.
ഈ ബംഗാളി മുസ്ലിമീങ്ങൾ പോക്കറ്റിനെടുക്കുന്ന നരൻ, ആ നരകയാതന അനുഭവിച്ച ചോര നീരാക്കി എല്ലൊരുക്കി പണിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഈ പൈസ ഉപയോഗിച്ചിട്ട് ദീനുൽ ഇസ്ലാമിന്റെ ആ ശിയാറ് എല്ലാ നിയമ തടസ്സങ്ങൾക്കും ഇടയിൽ അവർ നടത്താറുണ്ടായിരുന്നു. ഒരൊറ്റ ഗ്രൗണ്ടിൽ, ആ ഗ്രൗണ്ടിൽ പായ പോലും ഉണ്ടാവില്ല. ആ നിരന്ന ഭാഗത്ത് അവർ ഒന്നിച്ചിരുന്നിട്ട് എന്തൊരു ഐക്യമാണ്, എന്തൊരു സാഹോദര്യമാണ്. അവർ നോമ്പുതറ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. എത്ര ചൂടാണെങ്കിലും ശരി, ഏത് ശൈത്യമാണെങ്കിലും ശരി, ആ സ്ഥലത്ത് ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള വസ്തുക്കൾ വിതരണം ചെയ്യുന്ന അവർ നേതാക്കന്മാർ, നാടി വെച്ച മൗലവിമാർ, പണ്ഡിതന്മാർ, ഈ കൂലിവേലെടുക്കുന്ന ആളുകൾ അതിഥികളായി വിളിച്ചിരിക്കുന്നു. അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നു. അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചിട്ട് അവർ പിരിഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ള ആളുകളിൽ ഈ ഇസ്ലാമിക ബോധം ആരുണ്ടാക്കി? അത് വെറുതെ ഉണ്ടായതല്ല. അവിടെയുള്ള പണ്ഡിതന്മാർ, അവിടെയുള്ള മഹാന്മാരായ ഇസ്ലാമിസ്റ്റുകൾ കഠിനാധ്വാനം ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അവരുടെ അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന പൈസ ഓരോന്നും ചില്ലറയായി നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. ആ നാട്ടിൽ വൃത്തികളില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനൊരു വശം അവിടെ ഉണ്ട്. ശക്തമായ ഒരു ഇസ്ലാമിക വികാരം നിലനിൽക്കുന്ന ഒരു നാടിനെ നശിപ്പിച്ച് കയ്യിൽ കൊടുക്കാൻ സാമ്രാജ്യത്വ ശക്തികളുടെ ശ്രമത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന ഇസ്ലാമിക വേട്ടയുടെ ഏറ്റവും ക്രൂരമായ ഉദാഹരണമാണത്. ഈ അടുത്തൊന്നും ഒരു മുസ്ലിം മഹാപണ്ഡിതനെ ഇങ്ങനെ തൂക്കിക്കൊന്നത് നമ്മൾ കേട്ടിട്ടില്ല. സയ്യിദ് ഖുത്ബിന്റെ ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് തൂക്കിക്കൊല്ലപ്പെടുന്നത് ആദ്യത്തെ മനുഷ്യരായിരിക്കാം ഒരുപക്ഷെ ഇദ്ദേഹം. പടച്ചതമ്പുരാനെ, അല്ലാഹുവേ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ആയുധം മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. റഹ്മാനായ റബ്ബേ, അദ്ദേഹത്തെ നീ ഷഹീദായി സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ അദ്ദേഹത്തെ ഇല്ലാതാക്കിയത്, ആ ഉദ്ദേശത്തെ പൊളിച്ച് പരാജയപ്പെടുത്തി ഇസ്ലാമിൽ ശോഭനമായ ഭാവി ആ നാടിന് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിനും അതിന്റെ നേതാക്കന്മാർക്കും നീ സ്ഥൈര്യവും സഹായവും നസ്റും ഫതഹും നൽകി അവരനുഗ്രഹിക്കണമേ തമ്പുരാനെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയ്യുസ് സ്വാലിഹീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الدين. اللهم إنا نجعلك في نحورهم. اللهم اجعل تدميرهم في تدبيرهم. اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين. اللهم يا منزل الكتاب ويا مجري السحاب ويا هازم الأحزاب اهزم أعداءك أعداء الإسلام. اهزم أعداءك أعداء الإسلام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم.
തുബ് അലൈനാ ഇന്നക അൻത